പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്ന നിമിഷമാണിത്. 1500-ാമത്തെ കഥ പറയാൻ സാധിച്ചതിലുള്ള സന്തോഷം. തുടർച്ചയായി ഒരു ദിവസം പോലും മുടങ്ങാതെ 1500 ദിവസങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അക്ഷര വെളിച്ചം എന്ന കഥ കേൾക്കൂ. അച്ഛനും അമ്മയും പുഴ കടന്നു പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ ലല്ലു നോക്കി നിന്നു. അവരുടെ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. പഠിച്ച് മിടുക്കനാവാതെ ഇനി നിന്നെ കാണണ്ട. അച്ഛൻ കുരങ്ങ് ലല്ലുവിനോട് പറഞ്ഞു. അക്ഷരമക്കം പഠിച്ചിടാതെ നിന്നെ ഇവിടെ കാണണ്ട. ആശാന്റെ മുന്നിൽ ഇരുന്നു വേഗം വിദ്യ പഠിക്കാൻ ശീലിച്ചോ. അമ്മയും പറഞ്ഞു. കുസൃതിക്കുറുമ്പനായ ലല്ലുക്കുരങ്ങനെ പഠിപ്പിക്കാൻ 18 അടവും പരീക്ഷിച്ചിട്ടും രക്ഷയില്ലാതെ സഹികെട്ട് അകലക്കാട്ടിലെ കരടിയാശാന്റെ കളരിയിൽ കൊണ്ടുപോയി വിട്ടതാണ്. ആശാന്റെ കൂടെ താമസിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞാലേ തിരികെ പോരാൻ പറ്റുകയുള്ളൂ. അച്ഛനെയും അമ്മയെയും യാത്രയാക്കിയ ശേഷം ഏതൊക്കെയോ ഇടുങ്ങിയ വഴികളിലൂടെ ആശാൻ അവനെയും കൊണ്ട് കളരിയിലെത്തി. ചുറ്റും മരങ്ങൾ നിറഞ്ഞ ഒരു ഇരുണ്ട ഗുഹ. അജ്ഞതയാകും ഇരുട്ടുമൂടി വട്ടം കറങ്ങുന്ന പൊന്നുമോനെ, അറിവിൻ വെളിച്ചം പകർന്നു തന്നാൽ അതിനാലെ കണ്ണു തെളിഞ്ഞു കാണാം. ഇവിടെ അറിവിൻ്റെ വെളിച്ചമാണുള്ളത്. ഇരുട്ടിൽ പ്രകാശമായി തെളിയാൻ അറിവിന് കഴിയും. മാത്രമല്ല, വെളിച്ചം കൊണ്ടുവരാനുള്ള വഴികളും പഠിപ്പിക്കും. ആദ്യ പാഠങ്ങൾ പഠിച്ചാൽ ആദ്യ കവാടം തുറക്കും. അങ്ങനെ അങ്ങനെ ഓരോന്നായി മുന്നേറി അറിവിൻ്റെ രത്നം നേടാം. അറിവിൻ്റെ രത്നം സ്വന്തമാക്കിയാൽ നിങ്ങൾക്ക് അത് വഴി കാണിക്കും. കരടിയാശാൻ അക്ഷരങ്ങൾ ഓരോന്നായി മണലിൽ എഴുതി പഠിപ്പിച്ചു. പതിവുള്ള അലസത വിട്ട് ആവേശത്തോടെ ലല്ലുവും കൂട്ടുകാരും അക്ഷരങ്ങൾ എഴുതി. അവനെപ്പോലെ മടിയന്മാരായ ബില്ലു കരടിയും ചില്ലുവണ്ണാനും ജിക്കു കുരങ്ങനും അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന വാശിയോടെ അവർ പഠനം തുടർന്നു. അക്ഷരമെന്നാൽ ക്ഷരമില്ലാത്തോരായുധമാണല്ലോ. അക്കം നിങ്ങൾ പഠിച്ചിടുമ്പോൾ വെക്കം മുന്നേറാം. അതിനോടൊപ്പം ഗണിതം, ശാസ്ത്രം, സാഹിത്യാദികളും പഠിച്ചു പഠിച്ചു പഠിച്ചിട്ടെന്നും മുന്നേറിയിടാലോ. അവർ രാവും പകലും ആവേശത്തോടെ പഠിച്ചു. അങ്ങനെ പഠനം ആദ്യഘട്ടം പൂർത്തിയാവുന്ന ദിവസം ആശാൻ അവരെയും കൊണ്ട് ആദ്യത്തെ വഴിയിലൂടെ നടന്നു. പോകും വഴി അദ്ദേഹം ചില സസ്യങ്ങളിൽ സാവധാനം തലോടി. ആ സസ്യങ്ങൾ പ്രകാശം പൊഴിക്കുന്നതായതിനാൽ അവിടെങ്ങും ചെറിയ വെളിച്ചം പരന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആശാൻ വിരൽ ഞൊടിച്ചു. മിന്നാമിനുങ്ങുകൾ അവർക്ക് വഴികാട്ടി. അങ്ങനെ അങ്ങനെ മുന്നേറി അവർ പുഴക്കരയിലെത്തി. അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും മാതാപിതാക്കൾ പുഴക്കരയിൽ കാത്തു നിൽക്കുന്നു. മക്കളെ എന്ന് വിളിച്ച് അവരും അച്ഛാ അമ്മേ എന്ന് വിളിച്ച് കുഞ്ഞുങ്ങളും ഓടിച്ചെന്നു. അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പുതിയ അറിവുകൾ നേടിയ കുഞ്ഞുങ്ങളെ ആഹ്ലാദത്തോടെ മാതാപിതാക്കൾ ഏറ്റുവാങ്ങി. ആശാൻ പറഞ്ഞു, പഠിത്തം ഒരു കാലത്തും അവസാനിക്കില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാം സ്വയം കണ്ടും കേട്ടും പഠിക്കാനുള്ള അറിവ് നിങ്ങൾക്കുണ്ട്. പഠനം തുടരുക. ഹൃദയത്തിൽ നിറയുന്ന അറിവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക. മാതാപിതാക്കളെ പിരിഞ്ഞപ്പോഴുണ്ടായ ദുഃഖത്തേക്കാൾ ഇരട്ടി ദുഃഖത്തിലാണ് അവർ ആശാനിൽ നിന്നകന്ന് അവിടെ നിന്നും മടങ്ങിപ്പോയത്. വീണ്ടും വരുമെന്ന ഉറപ്പോടെ ശിഷ്യർ നടന്നു പോകുന്നത് നിറകണ്ണുകളോടെ ഗുരുനാഥൻ നോക്കി നിന്നു.